Dear students, database management system and RDMS യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡലാണ്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്താണെന്നുള്ളതും അതിൻ്റെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് കോമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. സോ ഇന്നൊരു മോഡലിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അതിലെ ഡിഫറെൻറ്റ് കോമ്പോണൻസും കാര്യങ്ങളും അതെങ്ങനെ വരയ്ക്കാമെന്നുള്ളൊരു ബേസിക് ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ model. model stand for Entity Relationship Model. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡലിനെ പറ്റിയിട്ട്. സോ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു മോഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതൊന്നും നമ്മൾ എങ്ങനെ RDBMSലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. സോ stand for Entity Relationship Model. So it is an high level data model. This model is used to define the data element and relationship for a specific system. ഇവിടെ നമ്മൾ ഡാറ്റ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യും, അതിൻ്റെ കൂടെ ഈ ഡാറ്റ എലമെൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ഡാറ്റ റെപ്രസെൻറ്റേഷൻ മോഡലാണ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡെവലപ്സ് എ കൺസെപ്ഷ്യൽ ഡിസൈൻ ഫോർ ദി ഡാറ്റാബേസ്. സോ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺസെപ്ഷ്യൽ ഡിസൈനിലേക്ക് വരുന്ന കാര്യമാണ് എന്ത് മോഡൽ എന്ന് പറയുന്നത്. സോ it also develop a very simple and easy to design view of data. സോ ഈ ഒരു മോഡൽ വരച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡിഫറെൻറ്റ് ഡാറ്റാബേസിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസിനെ പറ്റിയിട്ടൊരു ഐഡിയയും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും കറക്റ്റായിട്ട് ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇൻ മോഡലിംഗ് ദ ഡാറ്റാബേസ് structure is portrayed as a diagram called an entity relationship diagram. So model നമ്മൾ ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഡാറ്റാബേസിൻ്റെ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡയഗ്രത്തിന് പറയുന്ന പേരാണ് എന്ത്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയഗ്രാം ഹെൽപ്പ് യു ടു എക്സ്പ്ലെയിൻ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്. സോ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു ലോജിക്കൽ സ്ട്രക്ചർ കിട്ടും. നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഒരു ലോജിക്കൽ സ്ട്രക്ചർ, അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെന്നുള്ളൊരു, അല്ലെങ്കിൽ അത് തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. സോ മോഡലിംഗ് ഹെൽപ്സ് യു ടു അനലൈസ് ഡാറ്റ റിക്വയർമെൻറ്റ്സ് സിസ്റ്റമാറ്റിക്കലി ടു പ്രൊഡ്യൂസ് എ വെൽ ഡിസൈൻ ഡാറ്റാബേസ്. സോ ജനറലി നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോഡലൊക്കെ വരച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് ഡാറ്റാബേസിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഡയഗ്രാം വരച്ചാൽ നമുക്ക് കളക്ട് ക്ലിയർ പിക്ചർ ഐഡിയ കിട്ടും. അതായത് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസും അല്ലേ, നമ്മുടെ ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ ഡാറ്റാബേസിലെ ഡിഫറെൻറ്റ് കോമ്പോണൻസും അത് തമ്മിൽ റിലേഷൻഷിപ്പും ഒക്കെ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെൽ ഡിസൈൻഡ് ഒരു ഡാറ്റാബേസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു RDBMS ഡിസൈൻ ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഒരു മോഡൽ ഉണ്ടാക്കി ആ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് എടുക്കണം. So it is considered as a best practice to complete modeling before implementing your database. So അതാണ് ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് പിക്ചർ കിട്ടും, എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഡാറ്റാബേസ് ഉണ്ടാക്കേണ്ടതെന്ന്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫാക്ട് അബൌട്ട് ഡയഗ്രാം, അതിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മോഡൽ അലോ യു ടു ഡ്രോ ഡാറ്റാബേസ് ഡിസൈൻ. ഇത് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡാറ്റാബേസിൻ്റെ ഒരു ബേസിക് ഡിസൈനെയാണ് നമ്മൾ പറയുക ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഈസി ടു യൂസ് ഗ്രാഫിക്കൽ ടൂൾ ഫോർ മോഡലിംഗ് ഡാറ്റ. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മോഡലാണ് ഡയഗ്രാം എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഈസി ടൂളാണ്, ഈസി ടു ആക്സസ് അല്ലെങ്കിൽ ഈസി ടു യൂസ് ടൂളാണ് ഇത് ഫോർ ഡാറ്റ മോഡലിംഗ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡാറ്റാബേസ് ഡിസൈൻ. സോ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ആദ്യം ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ആ റിലേഷൻഷിപ്പിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ക്ലിയർ ചെയ്തെടുക്കും. ഇറ്റ് ഈസ് എ GUI റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ യൂസർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്. സോ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ്, ലോജിക്കൽ റിലേഷൻഷിപ്പിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് യു ടു ഐഡൻറ്റിഫൈ ദ എൻറ്റിറ്റീസ് which exist in the system and the relationship between those entities. ഒരു ഡാറ്റാബേസ് പറഞ്ഞാൽ അതിൽ ഒരുപാട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അത് തമ്മിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഡാറ്റാബേസിലുള്ള മെയിൻ പോയിൻറ്റ്സ്, മെയിൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും ഈ എൻറ്റിറ്റീസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അതെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് പറ്റും, ഒരു ഡയഗ്രാം ഉണ്ടെങ്കിൽ സാധിക്കും. സോ വൈ യൂസ് ഡയഗ്രാം, എന്തിനാണ് ഡയഗ്രാം യൂസ് ചെയ്യുന്നതാണ്.
It helps you to define terms related to entity relationship modeling. Provide a preview of how all your tables should be connected, what fields are going to be on each table. So നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ടേബിൾ അല്ലേ, RDBMS എങ്ങനെയായിരിക്കും എന്നുള്ളതും അതിലെ ഓരോ ടേബിളിലെയും ഓരോ കോളംസ് എന്തായിരിക്കും എന്നുള്ളതും അതിനാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ടേബിൾസ് തമ്മിൽ നമ്മൾ എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, റിലേഷൻഷിപ്പ് വേണമല്ലേ ടേബിൾസ് തമ്മിൽ, അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും, ഒരു ER ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഈസി ആയിട്ട് കിട്ടും. ഹെൽപ്പ് യു ടു ഡിസ്ക്രൈബ് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് ഒരു സിസ്റ്റത്തിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് എൻറ്റിറ്റീസ്, എന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്, ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ER ഡയഗ്രത്തിൽ. ER ഡയഗ്രാം ആർ translatable into relational table which allow you to build a database quickly. So ഒരു ER ഡയഗ്രാം നിങ്ങൾ വളരെ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒരു റിലേഷൻഷിപ്പ് ടേബിൾ RDBMS ടേബിൾ വരയ്ക്കാൻ പറ്റും ഈസി ആയിട്ട്. So ER diagram can be used by database designer as a blueprint for implementing data in specific software application. So ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ബ്ലൂ പ്രിൻ്റ് വരച്ച് ഡയഗ്രാം അതിൻ്റെ ആർക്കിടെക്ചർ വരയ്ക്കുന്ന പോലെ നിങ്ങൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് ആക്ച്വലി ഒരു ER ഡയഗ്രാം എന്ന് പറയുന്നത്. The database designer gains a better understanding of the information to be contained in the database with the help of ER diagram. So ഒരു ER ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും, അതിനെന്തൊക്കെ എവിടെയൊക്കെ കണക്റ്റഡ് ആണോ, എന്തൊക്കെ റിലേഷൻഷിപ്പ് ആണെന്നുള്ളതൊക്കെ ഒരു ഡിസൈനർക്ക് പെട്ടെന്ന് തന്നെ ഒരു ER ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. So ER diagram is allowed you to communicate with the logical structure of the database to users. Then component of the ER diagram. ഒരു ER ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് കോമ്പോണൻസ് ഉള്ളതെന്നാണ്. The modeling has 3 basic components. First one, entities. നമ്മൾ ഇതിലേ പറഞ്ഞില്ലേ, a real world thing either living or non-living that is easily recognizable. ഒരു റിയൽ വേൾഡ് തിങ് ആണ്, ഇറ്റ് ഈസ് ലീവിങ് ആവാം നോൺ ലീവിങ് ആവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കോളേജിൻ്റെ ഒരു ഡാറ്റാ സ്ട്രക്ചറിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റുഡൻറ്റ് അല്ലേ, അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ ഇങ്ങനത്തെ ഉള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എൻറ്റിറ്റീസ് എന്ന് പറയുക. സോ ഇറ്റ്സ് either ലീവിങ് ആവാം അല്ലെങ്കിൽ നോൺ ലീവിങ് ആവാം. ആട്രിബ്യൂട്ട്സ്. സോ ഒരു എൻറ്റിറ്റീനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത്. ആ പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്താ പറയുക സാധാരണ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാൾക്ക് ഏജ് ഉണ്ടാവും അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത്, റോൾ നമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് അയാളുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് എ സിംഗിൾ വാല്യൂഡ് പ്രോപ്പർട്ടി ഓഫ് എയ്തർ ആൻ എൻറ്റിറ്റി ടൈപ്പ് ഓർ എ റിലേഷൻഷിപ്പ് ടൈപ്പ്. ഇത് ഒന്നെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസാണ്, ഏജ്, നെയിം എന്നൊക്കെ പറയുന്ന പോലെ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ടൈപ്പ്, ഒരു റിലേഷൻഷിപ്പിൻ്റെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് നത്തിങ് ബട്ട് ആൻ അസോസിയേഷൻ എമംഗ് 2 or more എൻറ്റിറ്റീസ്. സോ അതിലധികമോ തമ്മിൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് തമ്മിൽ അസോസിയേഷനെയാണ് നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് കാണിക്കുന്നത്. അതായത് എന്താണ് ബന്ധം എന്നുള്ളത്. ഇപ്പം സ്റ്റുഡൻറ്റും ടീച്ചറും എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ്, അവിടെ ടീച്ചേഴ്സ് എന്നുള്ളതാണ് എന്ത്, ഈ 2 ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. സോ ER മോഡലിൽ നമുക്ക് എൻറ്റിറ്റീസിനെ വീക്ക് എൻറ്റിറ്റിയും സ്ട്രോങ് എൻറ്റിറ്റിയും ഉണ്ട്, അത് നമ്മൾ പറയാം. ആട്രിബ്യൂട്ട്സ്, കീ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദെൻ റിലേഷൻഷിപ്പ് 1 to 1, 1 to many, many to 1 ആൻഡ് many to many. ഇതെല്ലാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകും. ER model, for example, suppose we have designed school database. In this database, the student will be an entity. അല്ലേ, സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു എൻറ്റിറ്റിയാണ്, മെയിൻ കോമ്പോണൻ്റ് ആണല്ലേ, വിത്ത് attributes like address, name, ID, age, etc. The address can be another entity with attributes like city, street, name, pin code. Address നമുക്കറിയാം, അതിൽ സബ് കോമ്പോണൻസ് ഉണ്ടാവും, ആൻഡ് ദർ വിൽ ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. സോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ER ഡയഗ്രാമത്തിൽ വരയ്ക്കുക. അതൊരു ഒറ്റ സിംഗിൾ എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ, അതാണ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ എൻറ്റിറ്റീനെ കാണിക്കാൻ വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ആണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുക, റെക്റ്റാങ്കിൾ. ഓക്കെ. സോ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസുകളെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. അത് ഏതൊക്കെയാണ്, നെയിം, അഡ്രസ്, ഏജ്, ID, ഇതെല്ലാം ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണെന്ന് പറയും. അതിനെ നമ്മൾ ഓവൽ ഷേപ്പിലാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക. സോ എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ അല്ലേ, ഓവൽ ഷേപ്പിൽ.
സോ എന്താണ് എൻറ്റിറ്റി? ആൻ എൻറ്റിറ്റി മേ ബി ആൻ ഒബ്ജക്റ്റ്, ക്ലാസ്, പേഴ്സൺ ഓർ പ്ലേസ്. ഇൻ ദി ER ഡയഗ്രാം ആൻ എൻറ്റിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് റെക്ടാങ്കിൾസ്. നമ്മൾ സാധാരണ റെക്ടാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് എൻറ്റിറ്റീനെ ER ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Consider an organization as an example. Manager, product, employee, department, etc. can be taken as an entity. It is anything in the enterprises that is to be represented in our database. നമ്മൾ ഡാറ്റാബേസിൽ ഒരു സെപ്പറേറ്റ് ടേബിൾ ആവശ്യമുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ എന്ത് പറയും? എൻറ്റിറ്റി എന്ന് പറയും. It may be physical things or simply a fact about the enterprise or an event that happened in the real world. So ഒന്നെങ്കിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാവാം, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആവാം. ഇതെല്ലാം എന്തിൽ വരും? എൻറ്റിറ്റിയിൽ വരും. സോ ദാറ്റ് ഹാവ് സം വാല്യൂ, സം ഡീറ്റെയിൽസ് ടു ബി സ്റ്റോർഡ്. An entity can be place, person, object, event or concept which store data in the database. അല്ലേ? സോ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിലെന്തുണ്ടാവും? നമുക്ക് കുറച്ച് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനുണ്ടാവും. അങ്ങനത്തെ കോമ്പോണൻസിനാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. The characteristics of entities are must have an attributes and a unique key. So ഒരു എൻറ്റിറ്റിക്ക് നിർബന്ധമായിട്ടും ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കണം, അതേപോലെ അതിനൊരു യുണീക്ക് കീ വേണം. അതായത് ഒരു എൻറ്റിറ്റിയിൽ കുറേ കോമ്പോണൻസ് ഉണ്ടാകും, അതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കത് വേണം, ഒരു കീ വേണം. കീ വാല്യൂസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ഓക്കെ. എവറി എൻറ്റിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് വിച്ച് റെപ്രസെൻറ്റ് ദാറ്റ് എൻറ്റിറ്റി. അല്ലെ? എല്ലാ എൻറ്റിറ്റിയും കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, ആ എൻറ്റിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. എക്സാമ്പിൾസ് ഓഫ് എൻറ്റിറ്റീസ്: പേഴ്സൺ. അല്ലേ? പേഴ്സൺ എന്നുള്ളൊരു എൻറ്റിറ്റി ആവാം, അത് എംപ്ലോയി ആവാം, സ്റ്റുഡൻ്റ് ആവാം, പേഷ്യൻ്റ് ആവാം, അല്ലെ? ടീച്ചേഴ്സ് ആവാം, അങ്ങനെയൊക്കെ വരാം. അതുപോലെ പ്ലേസ്, സ്റ്റോർ, ഒരു ബിൽഡിങ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, അല്ലെ? അങ്ങനത്തതൊക്കെ ഒരു പ്ലേസിൽ വരുന്നതാണ്. ഒബ്ജക്ട്സ് ഉണ്ടാവും, മെഷീൻസ്, പ്രൊഡക്റ്റ്, കാർ, ഇതൊക്കെ എന്താണ്? ഒബ്ജക്ട്സിൽ വരുന്നതാണ്. ഇവൻറ്റ്സ്, അതായത് സെയിൽസ്, രജിസ്ട്രേഷൻ, റിന്യൂവൽ, ഇതെല്ലാം എന്താണ്? ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചില കൺസെപ്റ്റുകളുണ്ടാകും, അക്കൗണ്ട്, കോഴ്സ്, ഇതൊക്കെ എന്താണ്? എൻറ്റിറ്റീസ് വരുന്നതാണ്. സോ ഇതെങ്ങനെയാണ് എൻറ്റിറ്റീസ്? നമ്മൾ റെക്ടാങ്കിളിലെ എംപ്ലോയി റെക്ടാങ്കിളാണിത്. ഓക്കെ. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇങ്ങനെയാണ് ഒരു ER ഡയഗ്രത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഈ സ്ട്രക്ചറും ഇത് റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ പിന്നെ പറയും. സോ എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? അതായിരിക്കും ഒരു കൂട്ടം എൻറ്റിറ്റീസ്. അല്ലേ? എൻറ്റിറ്റീസ് ഈസ് ഗ്രൂപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ് കൂടിയാണ് എന്ത് പറയുക? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ കണ്ടെയ്ൻ എൻറ്റിറ്റീസ് വിത്ത് ആട്രിബ്യൂട്ട് ഷെയറിങ് സിമിലർ വാല്യൂസ്. സോ സിമിലർ വാല്യൂസ് ഷെയർ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഉള്ളതിനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. എൻറ്റിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദെയർ പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആട്രിബ്യൂട്ട്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. All attributes have their separate values. For example, a student entity may have names, age, class as attributes. Then weak entity എന്താണെന്നുള്ളത്. എൻറ്റിറ്റി നമ്മൾ പറഞ്ഞു, അല്ലേ? ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ലിവിങ്, നോൺ ലിവിങ് എന്നൊക്കെ പറഞ്ഞു. അതിന് എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള, ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാനുള്ളതിനാണ് എൻറ്റിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു. ദെൻ വീക്ക് എൻറ്റിറ്റി എന്താണെന്നുള്ളതാണ്. an entity that depends on another entity is called weak entity. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന എൻറ്റിറ്റിനാണ് എന്ത് പറയുക? വീക്ക് എൻറ്റിറ്റി എന്ന് പറയുക. അതായത് ഈ മെയിൻ എൻറ്റിറ്റി ഇല്ലെങ്കിൽ ഈ വീക്ക് എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഒരു വീക്ക് എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? അതിനൊരു മെയിൻ എൻറ്റിറ്റി ആവശ്യമായിട്ട് വരും. സോ an entity that depends on another entity is called weak entity. The weak entity doesn't contain any key attributes of its own. സോ ഒരു വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ അതിനൊന്നും ഉണ്ടാവില്ല, കീ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. കീ എന്ന് പറഞ്ഞാൽ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഓക്കെ. ദ വീക്ക് എൻറ്റിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡബിൾ റെക്ടാങ്കിൾ. സോ എൻറ്റിറ്റി ആണെങ്കിൽ സിംഗിൾ റെക്ടാങ്കിൾ മാത്രമായിരുന്നു. ഡബിൾ റെക്ടാങ്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും? വീക്ക് എൻറ്റിറ്റി എന്ന് പറയും. ഈ ഫിഗർ നോക്കുക നിങ്ങൾ. ഇതിൽ ലോൺ എന്നുള്ളതും ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളതും എൻറ്റിറ്റിയാണ്. ലോൺ എന്നുള്ളത് ഒരു സിംഗിൾ റെക്ടാങ്കിൾ, ഇത് ഒരു സ്ട്രോങ് എൻറ്റിറ്റിയാണ്. ഓക്കെ. അതേസമയം ഇൻസ്റ്റാൾമെൻറ്റ്, ഇല്ലേ? ലോൺ ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ? ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലേ? ലോൺ ഉണ്ടെങ്കിൽ, ലോൺ എടുത്താലേ നമുക്ക് എന്തുള്ളൂ? ഇൻസ്റ്റാൾമെൻറ്റ് അടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ലോൺ ഇല്ലെങ്കിൽ ഈ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള എൻറ്റിറ്റിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല, അല്ലേ? സോ അതാണ് ഈ വീക്ക് എൻറ്റിറ്റി ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ മെയിൻ എൻറ്റിറ്റി, അനദർ എൻറ്റിറ്റി. സോ ലോൺ ഉണ്ടെങ്കിലേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. സോ അതുകൊണ്ട് ലോണിനെ നമുക്ക് എൻറ്റിറ്റി, സ്ട്രോങ് എൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഈ എൻറ്റിറ്റിനെ, ഇൻസ്റ്റാൾമെൻറ്റിനെ നമുക്കൊന്ന് പറയാം വീക്ക് എൻറ്റിറ്റി പറയാം. ഇത് സാധാരണ ഡബിൾ റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക ഒരു ER ഡയഗ്രത്തിൽ. ക്ലിയർ ആണല്ലോ, അല്ലേ? സോ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതാണ് അടുത്ത. എൻറ്റിറ്റി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആട്രിബ്യൂട്ട്സ്. ദ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പ്രോപ്പർട്ടീസ്
ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പറയുക ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. സോ എക്ലിപ്സ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൻ ആട്രിബ്യൂട്ട്സ്. എക്ലിപ്സ് ആണ് നമ്മൾ സാധാരണ ആട്രിബ്യൂട്ട്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ID, ഏജ്, കോൺടാക്ട് നമ്പർ, നെയിം എക്സെട്ര ക്യാൻ ബി ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ സ്റ്റുഡൻറ്റ്. സോ ഒരു സ്റ്റുഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ID, ഫോൺ നമ്പർ, ഏജ്, നെയിം ഇതൊക്കെ നമ്മളൊരു എക്ലിപ്സ് ഷേപ്പിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മളെന്ത് പറയുക ആട്രിബ്യൂട്ട്സ്. സോ സ്റ്റുഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ആട്രിബ്യൂട്ട്സ് അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്ലിപ്സ് വെച്ചിട്ടാണ്. ദെൻ അതിൽ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദ കീ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻറ്റിറ്റി. അതൊരു മെയിൻ പ്രോപ്പർട്ടിയാണ് എൻറ്റിറ്റീൻ്റെ. ഇറ്റ് റെപ്രസെൻ്റ് എ പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇപ്പോൾ നിങ്ങളെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു എൻറ്റിറ്റിയിലെ എടുത്താൽ ഞാൻ അതിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലെ. അതിലൊരു മെയിൻ ആട്രിബ്യൂട്ട്സ് നിങ്ങളുടെ നെയിമാണ്, അതേപോലെ അഡ്രസ്സ്, പിന്നെ ഒന്നുള്ളത് നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പറാണ്. സോ ഇതിൽ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് എന്താണ്, യുണീക്കാണ് അല്ലേ. നെയിം ചിലപ്പം റിപ്പീറ്റ് ചെയ്യാം, അഡ്രസ്സും ചിലപ്പം റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. പക്ഷേ എന്ത് റിപ്പീറ്റ് ചെയ്യില്ല, ഈവൻ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാലും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ, കോളേജിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ എന്തായിരിക്കും, യുണീക്കായിരിക്കും. സോ യുണീക്കായിട്ട് ഒരു വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണെന്ന് പറയുക കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. സോ ഇറ്റ് റെപ്രസെൻ്റ് എ പ്രൈമറി കീ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇത്രയും ഓർത്ത് വെക്കുക. യുണീക്കായിട്ട് എൻറ്റിറ്റിയിൽ ഒരു വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സിനാണ് കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ദ കീ ആട്രിബ്യൂട്ട് ഈസ് റെസ്പോൺസിബിൾ ബൈ ആൻ എക്ലിപ്സ് വിത്ത് ദ ടെക്സ്റ്റ് അണ്ടർലൈൻ. ഈ ഫിഗർ നോക്കുക നിങ്ങൾ. സ്റ്റുഡൻറ്റ് എന്നുള്ള എൻറ്റിറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ID, ഫോൺ നമ്പർ, ഏജ്, നെയിം. ഇതിൽ ഫോൺ നമ്പർ, ഏജ്, നെയിമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഒരു വീട്ടിൽ നിന്ന് രണ്ടാൾക്കാരൊക്കെ ഉണ്ട്, ഫോൺ നമ്പർ റിപ്പീറ്റ് ചെയ്യും. അതേപോലെ ഏജും നെയിമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അയാളുടെ രജിസ്ട്രേഷൻ ID എന്തായിരിക്കും, അല്ലെങ്കിൽ ആധാർ ID ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് യുണീക്കായിരിക്കും, രണ്ടാൾക്ക് ഒരുമിച്ച് ഉണ്ടാവില്ല. അങ്ങനത്തതിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഓവൽ ഷേപ്പിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷേ പ്രൈമറി കീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. കീ ആട്രിബ്യൂട്ട്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളൊരു അണ്ടർലൈൻ കൊടുക്കും ആ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിന്. സോ ഇവിടെ ID ആണ് എന്ത്, കീ ആട്രിബ്യൂട്ട്സ്. അതിന് നമ്മളൊരു അണ്ടർലൈൻ കൊടുത്തു. ദെൻ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് അല്ലേ, കമ്പോസ് ചെയ്തുണ്ടാവുന്നതിനാണ്. സോ ആൻ ആട്രിബ്യൂട്ട്സ് ദാറ്റ് കമ്പോസ്ഡ് ഓഫ് മെനി അതർ ആട്രിബ്യൂട്ട് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. സോ 2-3 ആട്രിബ്യൂട്ട്സ് കൂടി ചേർന്ന ഒരു ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിലാണ് അതിന് നമ്മളെന്ത് പറയുക, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. The composite attribute is represented by an ellipse and those ellipses are connected with an ellipse. ഒരു എലിപ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതൊന്ന് സെപ്പറേറ്റ് നമുക്ക് പിന്നെയും സബ് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അർത്ഥം. അതായത് ഒരു നെയിം കൊടുക്കുകയാണെങ്കിൽ അല്ലേ, ഫസ്റ്റ് നെയിം ഉണ്ടാവും, മിഡിൽ നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും. സോ നെയിം ഈസ് ആൻ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് നമുക്ക് പറയാം. കാരണം അതിനെ സബ് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് എഴുതാം അല്ലേ. സോ ഇതിനാണ് നമ്മളെന്ന് പറയാം കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതായത് ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നെയിം എന്നുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാകുന്നത്. സോ നെയിം ഈസ് ആൻ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. ദെൻ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. പേരിൽ തന്നെ ഉണ്ടല്ലേ, മൾട്ടിപ്പിൾ വാല്യൂ ഉള്ള ആട്രിബ്യൂട്ട്സിനാണ് എന്ത് പറയുക, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. സോ an attribute can have more than one value. ഒന്നിൽ കൂടുതൽ വാല്യൂ ഉള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. This attribute is known as multi-valued attributes. The double oval is used to represent multi-valued attributes. അതായത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡബിൾ ഓവൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 1 ഫോൺ നമ്പർ അല്ലേ. ഒരു സ്റ്റുഡൻറ്റിന് മോർ ദാൻ 1 ഫോൺ നമ്പർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ ഒന്നിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടി വാല്യൂഡ്. ഇപ്പോൾ ഫോൺ നമ്പർ എടുത്താൽ ഭൂരിഭാഗം ആൾക്കാർക്ക് 2 മൊബൈൽ നമ്പറൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. സോ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട് ഒരു സെയിം ആട്രിബ്യൂട്ട്സിന്. സോ അതിനാണ് നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ റെപ്രസെൻറ്റ് ചെയ്യാൻ ഡബിൾ ഓവൽ ഷേപ്പാണ് ഫോൺ നമ്പർ അല്ലെ, ഡബിൾ ഓവൽ ഷേപ്പിലാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ വേറെ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. ആ പേരിൽ തന്നെ ഡിറൈവ് ചെയ്യുക, ഓൾറെഡി ഉള്ള എന്തെങ്കിലും പുതിയൊന്നിനെ കിട്ടുന്നതിനാണ് എന്താ പറയുക, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. സോ an attributes that can be derived from other attributes is known as derived attributes. ഓൾറെഡി ഉള്ള ഒരു ആട്രിബ്യൂട്ട്സിന് നമ്മളൊരു ആട്രിബ്യൂട്ട്സിന് ഡിറൈവ് എടുക്കുകയാണെങ്കിൽ അതിനാണെന്ന് പറയുക, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നിന്ന് ഡിറൈവ് ചെയ്തിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഡാഷ്ഡ് എലിപ്സ്. സോ
ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് നമ്മൾ ഡാഷ്ഡ് എലിപ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ പേഴ്സൺ ഏജ് ചേഞ്ച് ഓവർ ടൈം ആൻഡ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം അനദർ ആട്രിബ്യൂട്ട് ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത്. അല്ലേ, ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള ആളുടെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്നുള്ള ഒരാളുടെ ഏജ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് നമുക്ക് എന്തിനും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയാൽ അയാളെ ഏജ് നമുക്ക് കിട്ടും. സോ ഏജ് ഈസ് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്, സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, റോൾ നമ്പർ, ബർത്ത് ഡേറ്റ്. സോ ഈ ബർത്ത് ഡേറ്റ് മൂന്നെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളൂ ആൾക്ക്. ശരി, പക്ഷേ ഈ ബർത്ത് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ അയാളുടെ ഏജ് കിട്ടും. സോ ഏജ് എന്നുള്ളത് ഇവിടെ ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡോട്ടഡ് ഓവൽ ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. ദെൻ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ സാധാരണ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ എ റിലേഷൻഷിപ്പ് യൂസ് ടു ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. സോ ഡയമണ്ട് ഓർ റോംബസ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ്, ഗ്രാഫിക്കൽ സിമ്പിളാണ് ഡയമണ്ട് അല്ലെങ്കിൽ റോംബസ്. സോ ഇവിടെ കാണാം നിങ്ങൾക്ക് ടീച്ചർ എന്നുള്ളൊരു എൻറ്റിറ്റി, അതേപോലെ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു എൻറ്റിറ്റി. ഇത് തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് എന്താണ്? ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ്. സോ ഇതാണ് അവിടുത്തെ റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് എന്നുള്ളത്. ഇത് നമ്മളൊരു ഡയമണ്ട് ഷേപ്പിനകത്താണ് എഴുതുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലേഷൻഷിപ്പ് എന്ന് പറയുക, എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആസ് ഫോളോസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ബേസ്ഡ് ഓൺ ഹൗ മെനി പേഴ്സൺസ് അല്ലെങ്കിൽ ഹൗ മെനി ഇൻസ്റ്റൻറ്റ് പാർട്ടിസിപ്പേറ്റഡ് ഫ്രം ഈച്ച് എൻറ്റിറ്റി സെറ്റ്. ഒരു റിലേഷൻഷിപ്പിൽ എൻറ്റിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് എത്ര പാർട്ടിസിപ്പേഷൻ എന്നുള്ളതനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നതിനാണ്, കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് 1-to-1 റിലേഷൻഷിപ്പ്, പേരുണ്ടല്ലേ, 1-1. അതായത് ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഭാഗത്തുനിന്നും ഓരോ ഇൻസ്റ്റൻറ്റ് വീതം പങ്കെടുക്കുകയാണെങ്കിൽ അതിനാണ് പറയുന്ന പേരാണ് 1-to-1 റിലേഷൻഷിപ്പ്. When only one instance of an entity is associated with the relationship, then it is known as 1-to-1 relationship. For example, a female can carry only one male and a male can marry only to one female. അല്ലേ, രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്, ഫീമെയിൽ മെയിൽ എന്നുള്ള രണ്ട് എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് എന്താണ്? മാരീഡ് ടു, ഫീമെയിൽ മാരീഡ് ടു എ മെയിൽ. നമുക്കറിയാം ഒരു സാധാരണ ഒരു കല്യാണത്തിൽ ഒരു മെയിൽ ഒരു ഫീമെയിലിനെയാണ് മാരേജ് ചെയ്യുക. സോ രണ്ട് ഭാഗത്തുനിന്നും ഓരോ പാർട്ടിസിപ്പൻറ്റ് മാത്രം, അല്ലേ, ഫീമെയിലിൻ്റെ സെറ്റിൽ നിന്ന് ഒരാൾ, മെയിലിൻ്റെ സെറ്റിൽ നിന്ന് ഒരാൾ. സോ ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം 1-to-1 റിലേഷൻഷിപ്പ്. രണ്ടാമത്തത് 1-to-many. എന്തായിരിക്കും? ഒരു ഭാഗത്തുനിന്ന് 1 ഇൻസ്റ്റൻറ്റ് പങ്കെടുക്കുള്ളൂ, പക്ഷേ മറ്റേ ഭാഗത്തുനിന്ന് ഉണ്ടാവും മെനി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. When only one instance of the one entity is on the left and more than one instance of the entity on the right is associated with the relationship, then it is known as 1-to-many. For example, scientists can invent many inventions, but the invention is done by only one specific scientist. നമുക്കറിയാം ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് ഒരു എൻറ്റിറ്റി സെറ്റ്. രണ്ടാമത്തത് കുറേ ഇൻവെൻഷൻസ് ഉണ്ട്. ഒരു സയൻറ്റിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെൻറ്റ് മെനി ഇൻവെൻഷൻസ്. അല്ലേ, ഒരു സയൻറ്റിസ്റ്റിന് ഒന്നിൽ കൂടുതൽ ഇൻവെൻഷൻസ് ഉണ്ടാവാം. പക്ഷേ ഒന്നിൽ കൂടുതൽ ഇൻവെൻഷൻസിന് ഒരു സയൻറ്റിസ്റ്റിനെ കണ്ടെത്താൻ ചാൻസ് ഉണ്ടല്ലേ. സോ ഇവിടെ ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ ഒരു സയൻറ്റിസ്റ്റ്, എക്സ് എന്നുള്ള സയൻറ്റിസ്റ്റ് 3 കണ്ടുപിടുത്തം നടത്തി. ഇവിടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്, അതിൽ 3 നടത്തിയ എന്താണ്? എക്സ് ആണ്. സോ ഇവിടെ എക്സ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇൻവെൻറ്റ്സ് ABC 3 ഇൻവെൻഷൻ. അതേസമയത്ത് നമുക്ക് തിരിച്ചും പറയാം, ABC എന്നുള്ള 3 ഇൻവെൻഷന് ഇൻവെൻറ്റ് ചെയ്ത ആരാണ്? എക്സ് എന്നുള്ള സയൻറ്റിസ്റ്റാണ്. സോ ഇവിടെ മെനി പേഴ്സൺസ്, പേഴ്സൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു 1 പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ടാണ് 1-to-many റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി many-to-1 ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അല്ലേ. ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അല്ലേ, ഒരു റിലേഷൻഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എൻറ്റിറ്റിയിൽ നിന്ന് ഒരാൾ മൾട്ടിപ്പിൾ പേഴ്സൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് ഒരാൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വെൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ദി എൻറ്റിറ്റി ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ഓൺലി വൺ ഇൻസ്റ്റൻറ്റ് ഓൺ ദ റൈറ്റ് ഓൺ ദ associated with the relationship, then it is known as many-to-1 relationship. For example, student enroll for only one course, but a course can have many student. അല്ലേ, സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്, കോഴ്സ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സ്റ്റുഡൻറ്റ് എൻറോൾഡ് കോഴ്സ്. സോ ഒരു കോഴ്സിന് നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസിന് എൻറോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഭാഗത്ത് ആൾക്കാർ, അല്ലേ, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരെല്ലാം ഒരു കോഴ്സിന് ജോയിൻ ചെയ്യും. students can join one course. So ഇതാണ് many-to-1, M-to-1 റിലേഷൻഷിപ്പ് എന്നും പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് many
ടു മെനി റിലേഷൻഷിപ്പ്. ഈ ഡയഗ്രം നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ, അതിൽ രണ്ട് ഭാഗത്തും അല്ലെ ലെഫ്റ്റിലും റിലേഷൻഷിപ്പിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും മെനി പാർട്ടിസിപ്പേഷൻസ്, മെനി ആൾക്കാർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ വെൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ദി എൻറ്റിറ്റി ഓൺ ദ ലെഫ്റ്റ് ആൻഡ് മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓൺ ദ എൻറ്റിറ്റി ഓൺ ദ റൈറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് മെനി ടു മെനി റിലേഷൻഷിപ്പ് അല്ലേ. എംപ്ലോയി ഈസ് അസൈൻഡ് പ്രൊജക്ട്സ്. ഒരു എംപ്ലോയിലെ മൾട്ടിപ്പിൾ എംപ്ലോയീസിന് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ രണ്ട് ഭാഗത്തും മെനി വരാൻ ചാൻസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ എംപ്ലോയി ക്യാൻ അസൈൻഡ് ബൈ മെനി പ്രൊജക്ട്സ് അല്ലെ. ഒരു എംപ്ലോയി ഒരുപാട് പ്രൊജക്റ്റിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു പ്രൊജക്റ്റിൽ തന്നെ എന്തുണ്ടാവും, മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ. ഇവിടുന്ന് ഒരാളെടുത്താൽ അയാളൊരു പ്രൊജക്റ്റിൽ മാത്രമല്ല ഉണ്ടാവുക, മൾട്ടിപ്പിൾ പ്രൊജക്റ്റിലുണ്ടാവും. അതേ സ്ഥാനത്ത് ഒരു പ്രൊജക്റ്റ് എടുത്താൽ എന്തുണ്ടാവും, അത് മൾട്ടിപ്പിൾ എംപ്ലോയീസ് ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. സോ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും എം ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും മെനി ആണ്. സോ ഇതിനെയാണ് നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ ഈ ഡയഗ്രത്തിൽ നൊട്ടേഷൻസ് ആണ്. റെക്ടാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ റെപ്രസെൻറ്റ് എൻറ്റിറ്റി ടൈപ്സ്. എലിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സിനാണ്, ഓൾറെഡി പറഞ്ഞതാണ്. ഡയമണ്ട്സ് യൂസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് ലിങ്ക് attributes to entity types and entity types with other relationship. നമ്മൾ ആ റിലേഷൻഷിപ്പും ബന്ധങ്ങൾ കാണിക്കാൻ നമ്മൾ ലൈൻസ് ഉപയോഗിക്കും അല്ലേ. പ്രൈമറി കീ നമ്മൾ എന്ത് ചെയ്യും, ഒരു അണ്ടർലൈൻ ആ ആട്രിബ്യൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും. ദെൻ ഡബിൾ എലിപ്സ് നമ്മൾ മൾട്ടി വാല്യൂഡ് ആണ്. അതേപോലെ ഡോട്ടഡ് എലിപ്സ് ഉണ്ടായിരുന്നു, അത് എന്തിനാണ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിനാണ്. അതേപോലെ ഡബിൾ റെക്ടാങ്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് വീക്ക് എൻറ്റിറ്റീസിനാണ് അല്ലേ. കാരണം അവിടെ റെക്ടാങ്കിൾ എൻറ്റിറ്റി, സ്ട്രോങ് എൻറ്റിറ്റി, വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ അത് ഡബിൾ റെക്ടാങ്കിൾ ആവും. ദെൻ ആട്രിബ്യൂട്ട്സ് നമ്മൾ നോർമൽ കേസിൽ സിംഗിൾ ഓവലാണ്, ഡബിൾ ഓവൽ ഉപയോഗിച്ചാൽ മൾട്ടി ആട്രിബ്യൂട്ട്സ് ആണ്. അതേപോലെ ഡോട്ടഡ് ഓവലാണെങ്കിൽ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. ദെൻ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു സിംഗിൾ ഡയമണ്ട് സ്ട്രക്ചർ ഉപയോഗിക്കും. ദെൻ വീക്ക് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ റെക്ടാങ്കിൾ ഉപയോഗിക്കും. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഡയഗ്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ഡയഗ്രം, അതിലെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് എന്തൊക്കെയാണ്, അതേപോലെ അതെങ്ങനെ അല്ലേ, ഇത് ഓരോ എൻറ്റിറ്റി എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ് അല്ലേ, അതേപോലെ ആട്രിബ്യൂട്ട്സ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്താണ്, കീ എന്താണ് അല്ലേ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേസിക് ധാരണ വെച്ചിട്ട് നമുക്ക് നീ എന്താണ് ഒരു ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങണം. അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലായാൽ മാത്രമേ ഈ മൊഡ്യൂളിൽ ബാക്കി അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പോവുള്ളൂ. സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.